CPM-നെ കടന്നാക്രമിച്ച് മുസ്ലിം ലീഗിന്റെ മുഖപത്രമായ ചന്ദ്രിക. ഇന്നതിൽ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രസ്താവനയുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ എഡിറ്റോറിയലിൽ CPM-നെ നഖശിഖാന്തം വിമർശിക്കുന്ന സംഭവങ്ങളാണ് എഴുതി വച്ചിരിക്കുന്നത്. CPM വർഗീയതയുടെ കാളിയാൻ എന്നാണ് ഒരു വിശേഷണം. വർഗീയത സംഘപരിവാറിനെ പോലും നാണിപ്പിക്കുന്ന തരത്തിൽ സമൂഹത്തിൽ വർഗീയത പടർത്തുന്ന ശക്തിയായി CPM അധപ്പതിച്ചു എന്ന് മുഖപത്രം വിമർശിക്കുന്നു എഡിറ്റോറിയലിൽ. അതുപോലെ തന്നെ മുൻകൂട്ടി തയ്യാറാക്കിയ പൊറാട്ട് നാടകമാണ് പരസ്യത്തിൻ്റെ രൂപത്തിൽ സുപ്രഭാതത്തിലും സിറാജിൽ നൽകിയ പരസ്യത്തിൻ്റെ രൂപത്തിൽ വന്നതെന്നും വിമർശനം ഉയർത്തുന്നുണ്ട് എഡിറ്റോറിയൽ. മുൻകൂട്ടി തയ്യാറാക്കിയ പൊറാട്ട് നാടകം, എന്നാൽ അത് 8 നിലയിൽ പൊട്ടി. അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ച് CPM അബദ്ധങ്ങളുടെ പടുകുഴിയിലേക്ക് വീണു. ഇതൊക്കെ കണ്ട് അണികൾ മൂക്കത്ത് വിരൽ വയ്ക്കുകയാണ്. അതായത് കേഡർ പാർട്ടിയായ CPM-ന്റെ അംഗങ്ങൾ അവർ പോലും നാണിക്കുന്ന തരത്തിലാണ് നേതൃത്വം കാട്ടിക്കൂട്ടുന്ന ഈ കോപ്രായങ്ങളെന്ന് എടുത്തു പറഞ്ഞ് വിമർശിക്കുകയാണ് ചന്ദ്രികയുടെ മുഖപ്രസംഗം. ചന്ദ്രിക അങ്ങനെ എഴുതുന്നതിൽ തെറ്റൊന്നുമില്ല. എന്നാൽ ചന്ദ്രികയുടെ ഭാഷ ഇങ്ങനെ മാറുമ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞതിൽ അതിശയപ്പെടാനൊന്നുമില്ല. സാദിഖ് അലി ശിഹാബ് തങ്ങളെ മുഖ്യമന്ത്രി വിമർശിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ തെറ്റൊന്നും പറയാനില്ല എന്ന് തെളിയിക്കുന്ന തരത്തിലാണ് ചന്ദ്രികയുടെ ഇന്നത്തെ മുഖപ്രസംഗം മുന്നോട്ട് പോകുന്നത്. CPM-ന്റെ നെറികെട്ട പ്രവർത്തനം ന്യായീകരിച്ച് അറുബോറൻ ക്യാപ്സൂളുകൾ വിതരണം ചെയ്ത് അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്നു. ഇനി ഭരണത്തിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെ പറയാൻ യാതൊന്നുമില്ല. സ്വജനപക്ഷപാതം, അഴിമതി, ഇതുകൊണ്ട് മൂടിയ ഭരണത്തെക്കുറിച്ച് ഒന്നും പറയാനില്ല. പിന്നെ ഉള്ളതെന്താണ്? വോട്ട് നേടാൻ ഭൂരിപക്ഷ പ്രീണനം, ന്യൂനപക്ഷ പ്രീണനം, ഇത് തിരിച്ചും മറിച്ചും കളിക്കുക. ഇത് പഞ്ചതന്ത്രം കഥയിലെ കുറുക്കൻ്റെ ബുദ്ധിയാണ് എന്ന് ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് CPM-ന് അങ്ങനെ കളിച്ച് വിജയിക്കാനും കഴിയാതെ പോകുന്നു എന്ന് വിമർശിക്കുന്നുണ്ട് ചന്ദ്രിക. ശരിയായ ഒരു നിരീക്ഷണമാണത്. കാരണം നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് CPM ന്യൂനപക്ഷങ്ങൾക്കൊപ്പമായിരുന്നു. മുസ്ലിം സമൂഹത്തെ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനെയൊക്കെ എങ്ങനെ ഒപ്പം കൂട്ടാമെന്ന ചിന്തയിലായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗ് എല്ലാ മുസ്ലിം സമുദായങ്ങളെയും, അതായത് സംഘടനകളെയും അവരുടെ കുടക്കീഴിൽ കൊണ്ടുവരുന്നു. മുസ്ലിങ്ങൾ തമ്മിൽ വേർതിരിവില്ലാതെ ഒരുമിച്ച് ചേർക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് മഹാഭൂരിപക്ഷമായി മാറും. കാരണം മുസ്ലിങ്ങളാണ് കേരളത്തിലെ 2ാമത്തെ വലിയ ജനസംഖ്യയുള്ള സമുദായ അംഗങ്ങൾ. അവർ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ കേരളത്തിൽ പലതും നേടാൻ മുസ്ലിം സമൂഹത്തിന് കഴിയും. ഇതാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മുസ്ലിം സമൂഹത്തോട് നൽകുന്ന സന്ദേശം. അത് പൊളിക്കാനാണ് CPM ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തീവ്രവാദ ബന്ധവും തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുമായി ലീഗ് അടുക്കുന്നു എന്നുമൊക്കെ CPM വിമർശിക്കുന്നതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം അതാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഒരു എഴുത്ത്. ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കാൻ ശ്രമിച്ചു, ഇപ്പോൾ ഭൂരിപക്ഷത്തെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇത് പഞ്ചതന്ത്രം കഥയിലെ കുറുക്കൻ്റെ ബുദ്ധിയാണെന്ന് ജനം തിരിച്ചറിഞ്ഞതുകൊണ്ട് CPM-നെ പുച്ഛിച്ചു തള്ളുമെന്നാണ്. പിന്നെ CPM-ന് യാതൊന്നും അറിയില്ല എന്ന് പറയുന്നതിനൊപ്പം തന്നെ 2 കാര്യങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് CPM ചെയ്ത ഒരു തന്ത്രം പറയുകയാണ്. പ്രചരണത്തിന് തന്ത്രം ചന്ദ്രിക എടുത്തു പറയുന്നുണ്ട്. ഒന്ന്, മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് സംസാരിക്കും. ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലയിൽ മണിപ്പൂർ വിഷയം സംസാരിക്കും. ഇത്തരത്തിലായിരുന്നു CPM വോട്ട് പിടിക്കാൻ ശ്രമിച്ചത്. പക്ഷേ അത് വമ്പൻ പരാജയമായി പോയി എന്ന് എടുത്തു പറയുന്നുണ്ട് മുഖപ്രസംഗത്തിൽ. എന്നിട്ടും പഴുത്തുനാറിയ അതേ സംഭവം തന്നെ, അതായത് പുഴുത്തുനാറിയ അതേ ആശയങ്ങൾ തന്നെയാണ് വീണ്ടും എടുത്ത് CPM പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അതാണ് മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ വിതരണം ചെയ്യപ്പെടുന്ന സുപ്രഭാതം, സിറാജ്, സുന്നി വിഭാഗത്തിൻ്റെ പത്രങ്ങളിൽ ഇങ്ങനെ ഒരു പരസ്യം കൊടുത്തതെന്ന് പറയാതെ പറഞ്ഞു വയ്ക്കുകയാണ് ചന്ദ്രികയുടെ മുഖപ്രസംഗം. ഏതായാലും വർഗീയതയുടെ കാളിയാണെന്ന് CPM-നെ അടച്ചാക്ഷേപിക്കുന്നത് ഈ ഒരു അവസരത്തിൽ അത് CPM-ന് കിട്ടുന്ന കനത്ത പ്രഹരമാണ്. കാരണം മുസ്ലിം വോട്ടുകളുടെ ഒരു കൺസോൾട്ടേഷൻ എല്ലായിടത്തും നടക്കുന്നുണ്ട്. മുസ്ലിം സമൂഹത്തിൻ്റെ ഒരു ഐക്യം എല്ലായിടത്തും കാണുന്നുണ്ട്. അപ്പോൾ വർഗീയതയുടെ അപ്പോസ്തലന്മാരായി CPM-നെ മുദ്ര കുത്തുന്നതോടുകൂടി CPM മുസ്ലിം ജനഹൃദയങ്ങളിൽ നിന്ന് അകന്നു പോകും. ഈഴവ സമുദായങ്ങളുടെ മനസ്സിൽ നിന്ന് CPM അകന്നതുപോലെ ഈ മുസ്ലിം സമുദായ അംഗങ്ങളുടെ മനസ്സിൽ നിന്നും CPM അകന്നു പോകുമെന്നൊരു ലക്ഷ്യം ഈ ചന്ദ്രികയുടെ മുഖപ്രസംഗത്തിലൂടെ പുറത്തു വരുന്നുണ്ട്. CPM-ഉം RSS-ഉം തമ്മിലുള്ള രഹസ്യ ബന്ധത്തെക്കുറിച്ചാണ് സന്ദീപ് വാര്യർ പലതും പറയുന്നത്. ഇതാണ് സന്ദീപ് വാര്യരെ ആ കടന്നാക്രമിക്കാനുള്ള ലക്ഷ്യം. CPM-ഉം RSS-ഉം തമ്മിൽ നല്ല രീതിയിലുള്ള ബന്ധം നിലനിൽക്കുന്നുണ്ടെന്നും ഇത് വിമർശിക്കുന്നുണ്ട്. സമുദായത്തെപ്പറ്റി, അതായത് മുസ്ലിം സമുദായത്തെപ്പറ്റി CPM-ന് യാതൊന്നും അറിയില്ല എന്ന് എടുത്തു പറയുന്നുണ്ട് മുഖപ്രസംഗം.
കാരണം സി പി എം ഇപ്പോഴും കരുതുന്നത് ചില ന്യൂനപക്ഷ പ്രീണന നയങ്ങളൊക്കെ കാട്ടിക്കൂട്ടി കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ഗിമ്മിക്കുകളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ പഴയതുപോലുള്ള ഇടപെടലൊക്കെ നടത്തി കഴിഞ്ഞാൽ മുസ്ലിം വോട്ടുകൾ കൂടെ പോരും, അല്ലെങ്കിൽ മുസ്ലിം സമുദായം കൂടെ പോരും എന്ന ചിന്താഗതിയാണ് സി പി എമ്മിനുള്ളത്. പക്ഷേ സമുദായം മാറിപ്പോയി, സമുദായം അടിമുടി മാറിപ്പോയി. സമുദായത്തെക്കുറിച്ച് ഒരു ചുക്കും ചുണ്ണാമ്പും സി പി എമ്മിന് അറിയില്ല എന്ന് പറയുന്നു. കേരളത്തിൻ്റെ ന്യൂനപക്ഷത്തിൻ്റെ ഹൃദയം അറിയുന്നതിനും സി പി എം പരാജയപ്പെട്ടു. സി പി എം ഇപ്പോഴും ആർ എസ് എസിന് വേണ്ടി വിടുവേല ചെയ്യുകയാണ് എന്ന തരത്തിൽ ഉള്ള വിമർശനവും ഈ പത്രം ഉന്നയിക്കുന്നുണ്ട്. സാദിഖ് അലി ശിഹാബ് തങ്ങളും സമാനമായ രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന കൊടുത്തിട്ടുള്ളത്. അപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയുടെ പ്രസക്തിയും തിരിച്ചറിയപ്പെടേണ്ടത് എന്നതാണ് വാസ്തവം.